ക്രിയേറ്റിവിറ്റിയുടെ പ്രധാനപ്പെട്ട 4 ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ സജ്ജീകരണമാണ്, അഥവാ പ്രിപ്പറേഷൻ. രണ്ടാമത്തെ സ്റ്റേജ് ഉത്ഭവനം, ഇൻകുബേഷൻ. മൂന്നാമത്തെ സ്റ്റേജ് പ്രകാശനം, ഇലൂമിനേഷൻ. നാലാമത്തെ സ്റ്റേജ് വിലയിരുത്തൽ. അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ, 4 സ്റ്റേജസ് ആണുള്ളത് അല്ലേ. അപ്പോൾ ഇതിൽ നിന്നും ചോദിക്കാം സർഗാത്മകതയുടെ ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ 4 ഘട്ടങ്ങളാണ് സർഗാത്മകതയിൽ ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണ്? സജ്ജീകരണം അല്ലേ. ഫസ്റ്റ് വൺ സജ്ജീകരണം. എന്താണ് സജ്ജീകരണം എന്ന് പറഞ്ഞാൽ? പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഘട്ടത്തിൽ പ്രിപ്പയർ ആവുക എന്നുള്ളതാണ് അല്ലേ. എന്താണോ പ്രശ്നം, നമ്മൾ എന്തിനെക്കുറിച്ചാണോ ക്രിയേറ്റീവായിട്ട് എന്താണോ ചെയ്യാൻ പോകുന്നത്, ആ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുക, അനലൈസ് ചെയ്യുക, അതിന് പ്രിപ്പയർ ആവുക, അതിന് വേണ്ട ആശയങ്ങൾ, വസ്തുക്കൾ രൂപീകരിക്കുക എന്നുള്ളതാണ് സജ്ജീകരണം എന്ന ഒരു ഘട്ടത്തിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഘട്ടം ഏതാണ്? സജ്ജീകരണമാണ്. ഈ ഘട്ടത്തിൽ പ്രശ്നം അനലൈസ് ചെയ്യുകയും പ്രശ്നപരിഹാരത്തിനുള്ള വസ്തുക്കൾ ശേഖരിക്കുകയും ചെയ്യുന്നു. പിന്നീട് അടുത്ത ഘട്ടത്തിലെത്തുന്നു അല്ലേ. രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താ? ഉത്ഭവനം. നമ്മളെല്ലാ സജ്ജീകരണങ്ങളും നടത്തി, പക്ഷേ ആ ഒരു സന്ദർഭത്തിൽ പരിഹാരം ലഭിച്ചു കൊള്ളണമെന്നില്ല. നമ്മൾ ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചു കൊള്ളണമെന്നില്ല. അതായത് ക്രിയേറ്റീവായിട്ട് നമുക്ക് ചെയ്യണം, അതിനുള്ള സാഹചര്യങ്ങളായി എല്ലാ വസ്തുക്കളും നമ്മൾ സ്വരൂപിച്ചു. പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള, ചിലപ്പോൾ നല്ല രീതിയിൽ നല്ലൊരു ഐഡിയ കിട്ടാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? താൽക്കാലികമായിട്ട് ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഇതിന് സോൾവ് ചെയ്യാനുള്ള മാർഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് വിചാരിക്കും. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലും നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ചില പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം സജ്ജീകരണം നടത്തി, നല്ലൊരു ആശയം, എനിക്ക് നല്ലൊരു കവിത എഴുതണം, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആശയങ്ങൾ എന്തിനെക്കുറിച്ച് എഴുതാം, എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ഉൾപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ഞാൻ ആദ്യം ധാരണകൾ രൂപീകരിച്ചു. കുറേ വസ്തുക്കൾ, കുറേ കാര്യങ്ങൾ, കുറേ ആശയങ്ങൾ ഞാൻ സജ്ജീകരിച്ചു എന്ന് പറയും. സജ്ജീകരിച്ചതിന് ശേഷം പലതവണ എഴുതി നോക്കുന്നു, കൃത്യമായിട്ട് റെഡി ആവുന്നില്ല, ക്ലിയർ അല്ല, ഇതൊന്നും പോരാന്ന് തോന്നുന്നു. അപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ക്രിയേറ്റീവായിട്ടുള്ള വർക്ക് മാറ്റി വെക്കുന്നു. എന്നാൽ ഈ സമയത്തും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, അൺകോൺഷ്യസ് മൈൻഡിൽ ചിലപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് എന്ത് എഴുതാം, ഇനി അടുത്തത് എന്ത് എഴുതാം, ഇനി എന്ത് ചെയ്യാം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവും അല്ലേ. ഈ ഒരു പ്രോസസ്സ്, നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ നടക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻകുബേഷൻ എന്ന് വിളിക്കുന്നത്, അഥവാ ഉത്ഭവനം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രവർത്തനത്തിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ പ്രവൃത്തി താൽക്കാലികമായിട്ട് എന്ത് ചെയ്യുന്നു? മാറ്റിവെക്കുന്നു. ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ അബോധ മനസ്സിൽ നടക്കുന്ന ഒരു പ്രക്രിയ, അബോധ മനസ്സിൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനെയാണ് നമ്മൾ ഇൻകുബേഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മൾ കൊറോണ വൈറസിനെ കുറിച്ചൊക്കെ കേട്ട സമയത്ത് ഇൻകുബേഷൻ പീരീഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ വൈറസ് ഈ ഇൻകുബേഷൻ പീരീഡിൽ അകത്തുണ്ട്, പക്ഷേ അതിൻ്റെ പെർഫോമൻസ് ഉണ്ടാവില്ല അല്ലേ, അതിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ അകത്ത് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഐഡിയാസൊക്കെ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതിനെയാണ്, ആ ഒരു ഘട്ടമാണ് ഉത്ഭവനം, ഇൻകുബേഷൻ എന്ന ഘട്ടത്തിൽ സംഭവിക്കുന്നത്. പിന്നീട് അടുത്തതായിട്ട് സംഭവിക്കുന്നത് എന്തായിരിക്കും? പ്രകാശനമാണ്, അഥവാ ഇലൂമിനേഷനാണ്. ഇലൂമിനേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, പെട്ടെന്ന് ഒരു ഐഡിയ മനസ്സിലേക്ക് തെളിഞ്ഞു വരിക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം സജ്ജീകരണം നടത്തിയതിന് ശേഷം താൽക്കാലികമായിട്ട് ആശയത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ആ വസ്തുവിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ആ ഒരു സന്ദർഭത്തിൽ ഉത്ഭവനമാണ്, ഇൻകുബേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. താൽക്കാലികമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലും അബോധ മനസ്സിൽ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ, അതിനെയാണ് ഇൻകുബേഷൻ എന്ന് വിളിക്കുന്നത്. പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു ഐഡിയ ഓടിയെത്തുന്നു അല്ലേ, അഥവാ ഇലുമിനേഷൻ. ബൾബ് കത്തുന്നത് പോലെ ഇലുമിനേറ്റ് ചെയ്യുക, പുതിയ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. ആ ഒരു ഘട്ടമാണ് പ്രകാശനം എന്ന് പറയുന്നത്, ഇലുമിനേഷൻ അല്ലേ. ഇനി ഇലുമിനേഷൻ സംഭവിച്ചു, നമുക്ക് ഐഡിയ കിട്ടി, ഇത് ചെയ്താൽ മതി, നല്ലൊരു ഐഡിയ കിട്ടി അല്ലേ, ഇനി ഇങ്ങനെ എഴുതിയാൽ മതി എന്നൊക്കെ ഒരു ഐഡിയ കിട്ടി. ക്രിയേറ്റീവായിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഐഡിയ നമുക്ക് എന്ത് ചെയ്യണം? വിലയിരുത്തണം, അഥവാ വേരിഫൈ ചെയ്യണം, പരിശോധിക്കണം അല്ലേ. എങ്ങനെ? അത് ശരിയാണോ? അഥവാ ഇൻസൈറ്റിലൂടെ, ഉൾക്കാഴ്ചയിലൂടെ, പ്രകാശനത്തിലൂടെ നമുക്ക് കിട്ടിയ ഐഡിയാസ് എന്ത് ചെയ്യുന്നു? പരിശോധിക്കുന്നു. അത് ശരിയാണോ, നല്ലതാണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 4 ഘട്ടങ്ങളാണല്ലോ. ആദ്യം സജ്ജീകരണങ്ങൾ നടത്തി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ താൽക്കാലികമായിട്ട് ചിലപ്പോൾ ആ പ്രശ്നം മൂടി വെക്കുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് വിചാരിക്കുക. വേറെ പല പ്രശ്നങ്ങളിലും മറ്റു പല പ്രവർത്തനങ്ങളിലും നമ്മൾ ഏർപ്പെടുന്നു. എന്നാൽ ആ സമയത്തും നമ്മുടെ മനസ്സിനകത്ത് ചില പ്രവർത്തനങ്ങൾ അബോധപരമായി നടക്കുന്നുണ്ട്. ആ ഒരു ഘട്ടമാണ് ഉത്ഭവനം എന്ന് പറയുന്നത്. ഉത്ഭവനം നടക്കുന്നതിനിടയിൽ എപ്പോഴോ പ്രകാശനം സംഭവിക്കുന്നു. പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒരു ഐഡിയ ഓടിയെത്തുന്നു. ഈ ഐഡിയ നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്നീട് വിലയിരുത്തുകയും അത് ശരിയാണോ അല്ലയോ എന്ന് പരിശോധിക്കുകയും നല്ല ഐഡിയ ആണെങ്കിൽ ആ ഐഡിയ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ 4 ഘട്ടങ്ങളാണ്
ക്രിയേറ്റീവായിട്ടുള്ള സർഗാത്മകതയ്ക്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി സർഗാത്മകത പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികൾ ക്രിയാത്മകത എങ്ങനെയൊക്കെ നമുക്ക് പരിപോഷിപ്പിക്കുക അഥവാ എങ്ങനെ നമുക്ക് ഫോസ്റ്റർ ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. അതിന് പ്രധാനമായിട്ടും സർഗാത്മകത പരിപോഷിപ്പിക്കുന്ന പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങളാണ്. ഫസ്റ്റ് വൺ സിനെറ്റിക്സ് എന്നോ സൈനറ്റിക്സ് എന്നൊക്കെ പറയും. സിനെറ്റിക്സ്. സെക്കൻഡ് വൺ ബ്രെയിൻ സ്റ്റോമിങ്. തേർഡ് വൺ ലാറ്ററൽ തിങ്കിങ്. ഫോസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ, ഫോസ്റ്ററിങ് ക്രിയേറ്റിവിറ്റി, കുട്ടികളിലെ ക്രിയാത്മകത പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളാണ്. ഇവിടെ സിനെറ്റിക്സ്, ബ്രെയിൻ സ്റ്റോമിങ്, ലാറ്ററൽ തിങ്കിങ്, ഇങ്ങനെ പ്രധാനമായും 3 മെത്തേഡുകളാണുള്ളത്. ഇവിടെ സിനെറ്റിക്സ് എന്ന് പറഞ്ഞാൽ സിനെറ്റിക്കോസ് എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്, അഥവാ കൂട്ടിച്ചേർക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സിനെറ്റിക്സ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഘടകങ്ങളെ മാനസികപരമായി മനസ്സുകൊണ്ട് വേർതിരിക്കുകയും അവയെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുക. ഇതിനു വേണ്ടിയിട്ടുള്ള പ്രശ്നം കുട്ടികൾക്ക് നൽകുന്നു. അപ്പോൾ ഇതിലൂടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു? പുതിയ രീതിയിലൂടെ ഈ വേറിട്ട വസ്തുക്കളെ കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ അവിടെ സിനെറ്റിക്സ് ആണ് ഉപയോഗപ്പെടുന്നത് അല്ലേ. അപ്പോൾ സിനെറ്റിക്സ് എന്ന് പറഞ്ഞാൽ വേർപെടുത്തിക്കൊണ്ട് പിന്നീട് എന്ത് ചെയ്യുക? അതിനെ വ്യത്യസ്തമായ രീതിയിലൂടെ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ ബ്രെയിൻ സ്റ്റോമിങ് ആണ് അല്ലേ. ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറഞ്ഞാൽ എന്താ? മസ്തിഷ്കോച്ചാടനം എന്നൊക്കെ പറയാം. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം അവതരിപ്പിക്കുന്നു, കുട്ടികൾക്ക് മുന്നിൽ ഒരു പ്രശ്നം അവതരിപ്പിക്കുന്നു, എന്നിട്ട് കുട്ടികളോട് പറയാണ് ഈ പ്രശ്നത്തിനുള്ള പരിഹാരം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത്, എന്ത് പരിഹാര നടപടിയാണോ, എന്ത് കാര്യമാണോ അതിനെക്കുറിച്ച് പറയാനുള്ളത്, അതിനെക്കുറിച്ച് പറയാൻ പറയും. അപ്പോൾ എല്ലാവരും കുറേ ആശയങ്ങൾ പറയും അല്ലേ. സ്വതന്ത്രമായിട്ട് എന്തും പറയാനുള്ള ഒരു സാഹചര്യം കുട്ടികൾക്ക് നൽകി കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്വതന്ത്രമായിട്ട് എന്തും പറയാം അല്ലേ. അപ്പോൾ ഇവിടെ ബ്രെയിൻ സ്റ്റോമിംഗ് ആണ് നടത്തുന്നത്. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞാൽ മസ്തിഷ്കോച്ചാടനമാണ് അല്ലേ. ധാരാളം ആശയങ്ങൾ രൂപപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് മുന്നിൽ ഒരു പ്രശ്നം അവതരിപ്പിക്കുന്നു, എന്നിട്ട് കുട്ടികൾ അതിനെക്കുറിച്ച് ആശയങ്ങൾ രൂപപ്പെടുന്നു, പറയുന്നു എന്നുള്ളത്. അപ്പോൾ അവിടെ മസ്തിഷ്കോച്ചാടനമാണ്. ഇതിലൂടെ പല കുട്ടികളും പല ആശയങ്ങളായിരിക്കും പറയും. അപ്പോൾ ഈ ആശയങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ ബ്രെയിൻ സ്റ്റോമിങ്ങിലൂടെ നമുക്ക് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി മെച്ചപ്പെടുത്താം. നെക്സ്റ്റ് ലാറ്ററൽ തിങ്കിങ് ആണ്. ലാറ്ററൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ പാർശ്വസ്ഥ ചിന്തനം എന്നാണ്. പാർശ്വസ്ഥ ചിന്തനം. എഡ്വേർഡ് ഡി ബോണോ ആണ് ഈ ഒരു ആശയത്തിന് രൂപം നൽകി. ആരാണ്? എഡ്വേർഡ് ഡി ബോണോ. അപ്പോൾ പാർശ്വസ്ഥ ചിന്തനം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തിന് രൂപഭേദം വരുത്തുകയോ അതിനെ മറ്റൊരു കോണിലൂടെ പരിശോധിക്കുകയോ ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള പല ടെസ്റ്റുകളും അവൈലബിൾ ആണ്. അപ്പോൾ ലാറ്ററൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തിന് രൂപഭേദം വരുത്തുക, അല്ലെങ്കിൽ അതിനെ വേറൊരു കോണിലൂടെ സമീപിക്കാൻ പറയാം. ഇങ്ങനെ ചിന്തിച്ചാൽ, ഇങ്ങനെ ചെയ്താൽ എന്താവും, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് ഒരൊറ്റ പ്രശ്നത്തിൽ തന്നെ എന്ത് ചെയ്യുക, വേറെ രീതിയിലൂടെ ചെയ്യുക, അല്ലെങ്കിൽ അതിന് വേണ്ട പരിഹാരം കാണുക എന്നുള്ളത്. അപ്പോൾ പ്രധാനമായും 3 മെത്തേഡുകളാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. ഏതൊക്കെയാണ്? സിനെറ്റിക്സ്, ബ്രെയിൻ സ്റ്റോമിങ് ആൻഡ് ലാറ്ററൽ തിങ്കിങ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കുട്ടികളിലെ ക്രിയാത്മകത പരിപോഷിപ്പിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതായത് കുട്ടികളിൽ എങ്ങനെ നമുക്ക് പ്രധാനമായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, കുട്ടികൾ ക്രിയേറ്റിവിറ്റി കുട്ടികളിൽ വളരണമെങ്കിൽ ആദ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് പ്രതികരണ സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളത്. കുട്ടികൾക്ക് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം, എന്തും അവർക്ക് പറയാനുള്ള ഒരു അവസരം നൽകുക, അവർക്ക് സ്വതന്ത്രമായിട്ട് അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം നൽകുക. ഈ അവസരം നൽകുന്നതിലൂടെ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് അല്ലേ. അതുപോലെ തന്നെ ആത്മാവിഷ്കാരത്തിന് അവസരം നൽകുക, അവർക്ക് സെൽഫ് ആക്ച്വലൈസ്ഡ് ആവാൻ, അവരുടെ പരമാവധി അവരുടെ കഴിവ് പ്രയോജനപ്പെടുത്താനുള്ള ഒരു അവസരം നൽകുക, ആത്മാവിഷ്കാരത്തിന് അവസരം നൽകുക. അതുപോലെ തന്നെ കുട്ടികളുടെ മൗലികത, കുട്ടികൾ പുതിയതായിട്ടൊരു വസ്തു കണ്ടെത്തുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്, അതുപോലെ അയവുള്ള അന്തരീക്ഷം അവർക്ക് പ്രദാനം ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, കുട്ടികളിലുണ്ടാവുന്ന ഭയം, ആങ്സൈറ്റി, പലതരത്തിലുള്ള ഞാൻ ഇങ്ങനെ ചെയ്താൽ എന്താവും, ഇത് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ചെയ്താൽ ശരിയാവും എന്നിങ്ങനെയുള്ള പല ഭയങ്ങളും ആശങ്കകളും കുട്ടികളുണ്ടാവും അല്ലേ. ഇത് ഇല്ലാതാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുക, ആരോഗ്യകരമായ ശീലങ്ങൾ കുട്ടികളിൽ വളർത്തുക. അതുപോലെ തന്നെ സമൂഹത്തിൽ ലഭ്യമായിട്ടുള്ള ക്രിയേറ്റീവായിട്ട് കുട്ടികൾക്ക് എന്ത് സഹായങ്ങളാണോ വേണ്ടത്, അത് സാങ്കേതികപരമായിട്ടാണെങ്കിലും സമൂഹത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് സഹായവും കുട്ടികൾക്ക് നൽകുക എന്നുള്ളതാണ്.
അപ്പോൾ ആധുനികപരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ക്രിയേറ്റിവിറ്റി പരിപോഷിപ്പിക്കുന്നതിന് വളരെ പ്രധാനമായും വേണ്ടത് എന്താണ് നമ്മൾ പറഞ്ഞു, കുട്ടികൾക്ക് സ്വാതന്ത്ര്യം നൽകുക. ഓക്കെ, നല്ല രീതിയിൽ കുട്ടികളുടെ ആശയങ്ങൾ സ്വതന്ത്രമായിട്ട് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് നൽകുക എന്നുള്ളതാണ്. ഇനി ക്രിയേറ്റിവിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുമോ? ഇതിനു വേണ്ടി ചില ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി ഏത് മേഖലയിലാണ് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ചില ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യം വരാം, താഴെ കൊടുത്തതിൽ സർഗാത്മകതയുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് ഏതെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി പരിശോധിക്കുന്ന ടെസ്റ്റുകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ ചോദ്യം വരാം അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ക്രിയേറ്റിവിറ്റി പരിപോഷിപ്പിക്കുന്നതിന് വേണ്ട ടെസ്റ്റുകൾ, ക്രിയേറ്റിവിറ്റി അളക്കുന്നതിന് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ക്രിയേറ്റിവിറ്റി മെഷർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അതിന് ഉപയോഗിച്ച് വരുന്ന പ്രധാനപ്പെട്ട ടെസ്റ്റുകളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, മിനസോട്ട ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. അപ്പോൾ ഇനി മിനസോട്ട ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. മിനസോട്ട ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. ഓക്കെ, മിനസോട്ട ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് ക്രിയേറ്റിവിറ്റി മെഷർ ചെയ്യുന്നതിനുള്ള ടെസ്റ്റാണ്. നെക്സ്റ്റ് വൺ, ഗിൽഫോർഡ് ഡൈവേർജൻറ്റ് തിങ്കിങ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞ മിനസോട്ട ടെസ്റ്റ് എന്ന് കണ്ടാൽ നമുക്കറിയാം അത് ക്രിയേറ്റിവിറ്റിയാണ്. കാരണം അതിൽ ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് കണ്ടാൽ അത് ക്രിയേറ്റിവിറ്റി മെഷർ ചെയ്യുന്നതാണെന്ന് അറിയാം. എന്നാൽ ഇവിടെ ഗിൽഫോർഡ് ഡൈവേർജൻറ്റ് തിങ്കിങ് ഇൻസ്ട്രുമെൻറ്റ്, അത് ഓർത്ത് വെക്കുക, ക്രിയേറ്റിവിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഡൈവേർജൻറ്റ് തിങ്കിങ് ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഗിൽഫോർഡ് ഡൈവേർജൻറ്റ് തിങ്കിങ് ഇൻസ്ട്രുമെൻറ്റ് ക്രിയേറ്റിവിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. നെക്സ്റ്റ് വൺ, വല്ലാഷ് ആൻഡ് കോങ്കം ക്രിയേറ്റീവ് ടെസ്റ്റ്. ഓക്കെ, വല്ലാഷ് ആൻഡ് കോങ്കം ക്രിയേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്. വല്ലാഷ് ആൻഡ് കോങ്കം ക്രിയേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ അതിൽ തന്നെ ക്രിയേറ്റീവ് ഇൻസ്ട്രുമെൻ്റ് എന്ന് കണ്ടാൽ നമുക്കറിയാം അല്ലേ. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും കൊടുക്കുക, ക്രിയേറ്റീവ് ഇൻസ്ട്രുമെൻ്റ് എന്ന് കൊടുക്കില്ല. കൺഫ്യൂഷൻ ആക്കുന്നതിന് വേണ്ടിയിട്ട് മിനസോട്ട ടെസ്റ്റ് എന്ന് കൊടുക്കും, വല്ലാഷ് ആൻഡ് കോങ്കം ടെസ്റ്റ് എന്ന് കൊടുക്കും. അങ്ങനെ കൊടുത്താലും കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. താഴെ കൊടുത്തതിൽ ക്രിയാത്മകത പരിശോധിക്കുന്നതിനുള്ള ടെസ്റ്റ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായിരുന്നു അതിൽ ഓപ്ഷനിലുള്ളത്? ടോറൻസ് ടെസ്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ടോറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. ടോറൻസ് ക്രിയാത്മകതയുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ ടോറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് സർഗാത്മകത, കുട്ടികളുടെ ക്രിയാത്മകത പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ടോറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്, ടോറൻസ് ടെസ്റ്റ് എന്ന് മാത്രമേ കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ വല്ലാഷ് ആൻഡ് കോങ്കം ടെസ്റ്റ് എന്ന് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഗിൽഫോർഡ് ടെസ്റ്റ്, ഗിൽഫോർഡ് ഡൈവേർജൻറ്റ് തിങ്കിങ് ഇൻസ്ട്രുമെൻറ്റ് എന്നൊക്കെ കൊടുക്കും. അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്, അല്ലെങ്കിൽ മറന്നു പോകരുത്. ലാസ്റ്റ് വൺ, ബക്വർ-മദീസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി. ഓക്കെ, ബക്വർ-മദീസ്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട 5 ടെസ്റ്റുകൾ ക്രിയേറ്റിവിറ്റി, കുട്ടികളുടെ സർഗാത്മകത മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 5 ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? മിനസോട്ട ടെസ്റ്റ്, ഗിൽഫോർഡ് ഡൈവേർജൻറ്റ് തിങ്കിങ് ടെസ്റ്റ്, വല്ലാഷ് ആൻഡ് കോങ്കം ടെസ്റ്റ്, ടോറൻസ് ടെസ്റ്റ് ആൻഡ് ബക്വർ-മദീസ് ടെസ്റ്റ്. അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ കണ്ടാൽ അത് ക്രിയേറ്റിവിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ,